ഹായ് ഫ്രണ്ട്സ്, സിനിഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇൻറ്റർസ്റ്റെല്ലർ എന്ന ക്രിസ്റ്റഫർ നോളൻ ഡയറക്റ്റ് ചെയ്ത സിനിമ ഇപ്പോൾ ഇന്ത്യയിൽ റിലീസിനായി തയ്യാറെടുക്കുകയാണ്. ഫെബ്രുവരി 7-നാണ് ചിത്രം ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നത്. ഐമാക്സിലും ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട്. മോഹൻലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ബറോസ്. 3D മൂവിയായ ബറോസിന്റെ ഡിജിറ്റൽ സ്ട്രീമിംഗുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് സിനിമയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയായിരിക്കും ചിത്രം ഡിജിറ്റൽ സ്ട്രീമിംഗ് നടത്തുക. ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 100 കോടി ക്ലബിൽ ഇടം നേടിയ ഉണ്ണിമുകുന്ദൻ ചിത്രമായ മാർക്കോയുടെ 4 ആഴ്ചത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം 4 ആഴ്ച കൊണ്ട് ഏകദേശം കളക്ട് ചെയ്തിരിക്കുന്നത് 102 കോടി രൂപയോളമാണ്. ലോകേഷ് രജനികാന്ത് മൂവിയായ കൂലിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ലോകേഷിന്റെ മറ്റ് ചിത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമായിരിക്കും രജനികാന്ത് നായകനാവുന്ന കൂലി എന്ന ചിത്രമെന്നാണ് ചിത്രത്തിൽ തന്നെ ഒരു പ്രധാന വേഷത്തെ അവതരിപ്പിച്ചിരിക്കുന്ന സൗബിൻ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണം കാഴ്ചവെച്ച് 2025 ആദ്യത്തെ മലയാളത്തിലെ ബോക്സ് ഓഫീസ് ഹിറ്റായി മാറിയ പേഗ ചിത്രം എന്ന ആസിഫ് അലി സിനിമയുടെ 8 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം 8 ദിവസം കൊണ്ട് ഏകദേശം 38 കോടി രൂപയോളമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. പ്രാവിൻകൂടി ഷാപ്പ് എന്ന ബേസിൽ സൗബിൻ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം ചിത്രം തിയേറ്ററുകളിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 1.8 കോടി രൂപയോളമാണ്. നസ്ലിൻ നായകനായ ഐ ആം കാതലൻ എന്ന സിനിമ ഇപ്പോൾ മനോരമ മാക്സ് വഴി ഡിജിറ്റൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് ജയസൂര്യ വിനായകൻ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചിരിക്കുന്നുവെന്ന് ചിത്രത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അജിത് നായകനാവുന്ന ഏറ്റവും പുതിയ ചിത്രമായ വിടാമുയർച്ചയുടെ ടീസർ പുറത്തു വന്നിരുന്നു. ടീസറിന് മികച്ച പ്രതികരണമാണ് കേരളത്തിലടക്കം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കോ മൂവിയിലൂടെ തന്റെ വില്ലനിസം കൊണ്ട് ഫാൻസിനെ ക്രിയേറ്റ് ചെയ്ത ബോളിവുഡ് നടനായിരുന്നു കബീർ ദുഹാൻ സിംഗ്. അദ്ദേഹത്തിന്റെ പുതിയ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സുരേഷ് ഗോപി നായകനായി എല്ലാവരും ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ കബീർ ജോയിൻ ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി നായകനായി GVM ഡയറക്റ്റ് ചെയ്ത് തിയേറ്ററുകളിൽ റിലീസിനായി ഒരുങ്ങുന്ന ഏറ്റവും പുതിയ മമ്മൂട്ടി ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബസ്. ചിത്രത്തിന്റെ സെൻസർഷിപ്പ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. UA സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 2.5 മണിക്കൂറോളമാണ് ചിത്രത്തിന്റെ ലെന്ത്. ചിത്രം ജനുവരി 23-ന് തിയേറ്ററുകളിൽ റിലീസിനായി തയ്യാറെടുക്കുന്നു. മോഹൻലാൽ നായകനായി 2025-ൽ റിലീസ് ചെയ്യാൻ പോകുന്ന ആദ്യ ചിത്രമാണ് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാൻ പോകുന്ന തുടരും എന്ന സിനിമ. ചിത്രം ജനുവരി 30-ന് റിലീസിനായി തയ്യാറെടുക്കുന്നു. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റുമായി ബന്ധപ്പെട്ട പല റൂമറുകൾ പുറത്തു വരുന്നുണ്ട്. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് മാറ്റിയെന്നും തരത്തിലുള്ള പല അപ്ഡേറ്റുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതുവരെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇങ്ങനെയുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.